ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1942. ഇന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി 115-ാമത്തെ ദിവസത്തിലാണ്. വീണ്ടും വീണ്ടും വായിക്കുന്നുണ്ട് സുവിശേഷം. അവനവന് വേണ്ടിയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം. അതിൻ്റെ അവസാന അധ്യായത്തിൽ വല്ലാതെ കുരുങ്ങുന്നുണ്ട്. 2 ശിഷ്യന്മാരുടെ എമ്മാവുസിലേക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയിൽ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആ 2 പേരും കാര്യമായി മിണ്ടുന്നുണ്ട്. അവർ മിണ്ടുക മാത്രമല്ല, തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. അവരോടൊപ്പം യേശുവും പങ്കാളിയാവുകയാണ്, കൂട്ടുയാത്രക്കാരനാവുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ടോ, എൻ്റെ എല്ലാ യാത്രകൾക്കൊപ്പം അടുത്ത് കൂടെ യേശുവുണ്ട്? അങ്ങനെയൊരു വിചാരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒഴിവാക്കുമായിരുന്ന എന്തുമാത്രം യാത്രകളുണ്ടായിരുന്നു. ലജ്ജ കൊണ്ടും അല്ലേ, പലതുകൊണ്ടും. ഒപ്പം യേശു ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴോ ബോധപൂർവം മറന്നു കളഞ്ഞു. ഒരു അപരിചിതനെ പോലെയാണ് അവർക്കൊപ്പം യേശു കൂട്ടുയാത്രക്കാരനാവുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശരിക്കും കാണണമെന്ന് എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ടാവും. ആഗ്രഹിച്ചാൽ മാത്രം പോരാ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പേ ചെയ്യാനായിട്ട്, മുടക്കാനായിട്ട്, ചിലതൊക്കെ ത്യജിക്കാനായിട്ട് സന്നദ്ധനാകട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എവിടെയാ കാണുക? എവിടെയും കാണാം. സർവ്വവ്യാപിയാണ്. എവിടെയും. എങ്ങനെയായിരിക്കും? അതൊരു വല്ലാത്ത ചോദ്യം കേട്ടോ. ഉയർപ്പും കൂടെ കഴിഞ്ഞതോടുകൂടി, മരണത്തെ കൂടി മറികടന്നതോടുകൂടി, മരണത്തെ കൂടി ജയിച്ചതോടുകൂടി, കുറെ കൂടി മഹത്വത്തോടും പ്രതാപത്തോടും, കുറെ കൂടി അലങ്കാരത്തോടും ആർഭാടത്തോടും അല്ലേ? അങ്ങനെയാണ് പലരും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സങ്കല്പിച്ചെടുക്കുന്നത്. കുറെ കൂടി മഹത്വവും പ്രതാപവും പ്രഭാവവും ഒക്കെ കൂടെ കാണും. അല്ല കേട്ടോ. അവൻ്റെ 2 ശിഷ്യന്മാരുടെ യാത്രക്കിടയിൽ അവർക്കൊപ്പം കൂടുന്ന കൂട്ടുയാത്രക്കാരനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ധ്യാനിക്കണം, പരിചയപ്പെടണം. അപരിചിതനായിട്ടാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ചോ അല്ലാതെയൊക്കെ പ്രവേശിക്കുന്ന അപരിചിതരെ കുറെ കൂടി ആദരവോടും സ്നേഹത്തോടും അനുഭാവത്തോടും കൂടി ഒന്ന് പരിഗണിക്കണ്ടേ, കാണണ്ടേ, ഉൾക്കൊള്ളണ്ടേ, സ്വീകരിക്കണ്ടേ. ക്രിസ്തു ആവാം. വല്ലാത്തൊരു വിഷയമായിട്ടോ അത്. ക്രിസ്തു ആവാം. അതുകൊണ്ട് തന്നെ അപരിചിതർക്കിടയിൽ നമുക്കിനി ഉദ്ധാനം ചെയ്ത ക്രിസ്തു യേശുവിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.